ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ പെർഫോമൻസുകളാണ്. ഇതിനെ അലങ്കോലപ്പെടുത്താൻ ഞാൻ ആരെയും ഒരിക്കലും അനുവദിക്കില്ല. വാശിയാണ്, വേണമെങ്കിൽ പകയാണെന്ന് തന്നെ കൂട്ടിക്കോ. എന്റെ ഭർത്താവിനോട് എനിക്ക് ചെയ്യാവുന്ന പ്രതികാരം. ഇത് പ്രദീപന്, ഇത് ജോസഫിന്, ഇത് ഹമീദിന്. താൻ കണ്ടില്ലടോ, അവളവിടെ കിടന്ന് തുള്ളുന്നു. ആ സ്വാമിയോട് പറഞ്ഞ 314 ഹിയറിംഗ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ. അല്ലെങ്കിൽ താൻ എങ്ങനെ അറിയാനോ എന്റെ വിഷമം? ആ രാജാമണി കേസിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഹാജരാവേണ്ടത് നാളെയാണ്. അതൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണം. ശരി, ഇത്തവണ എന്താ ബാധിച്ച് തോറ്റല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ഭാവം? കോർട്ടിലേക്ക് പോക്കോ. താൻ എന്തിനാണോ ഇങ്ങനെ കിടന്ന് പടയുന്നത്? ഹയർ കോർട്ടിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാം. 5 പേപ്പേഴ്സ് കാലം കുറെ ആയാലൂടെ താനിത് തുടങ്ങിയിട്ട്. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ആളില്ലാ ബെഞ്ച്, കുടുംബ കോടതിയൊക്കെ ആയിട്ട്. തനിക്കറിയില്ലേ, വെറും സരിഗമപ്പ പാടി നടന്നവളെ ഞാനായി നിലയിലാക്കിയത്. എന്നിട്ട് അവളെ എന്നെ അടിച്ചിറക്കിയിരിക്കുന്നു. ഇപ്പൊ പച്ചക്കള്ളം പറഞ്ഞ് നടക്കുക, ഞാൻ അവിടെ മുഖത്ത് ചവിട്ടിട്ടാ ഇറങ്ങിപ്പോന്നു. ഹലോ, ഞാൻ പറഞ്ഞു നിൽക്കുന്ന എനിക്ക് സമയമില്ല. അയ്യോ വേണ്ട, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. തനിക്കൊരു കാര്യം ചെയ്യാവോ? മൊയ്തീനെ, എന്തോ? അയ്യോ മൊയ്തീനെ, എടോ വക്കീലെ, ഞാൻ പറയുന്നത് കേട്ടോ. എന്തോ മൊയ്തീനെ, എന്തോ ഇവൻ എവിടെ പോയി? എടോ മൊയ്തീനെ, എന്തോ? എടാ, കത്തിക്കുത്ത് കേസിന് സാക്ഷി മുങ്ങിയെന്ന്. കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട, 3-ാം ദിവസം കരക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത്. പുഴയിലാണെങ്കിൽ അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാക്കണ്ടേ? പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചു. മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ, എന്റെ ആർക്ക് സാറേ, സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം. നല്ല മണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാവോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട. അതിന്റെ ശീശ അടിഞ്ഞ് തീരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ളൊരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്തിനാ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാണ്. ശാസ്ത്രീയ സംഗീതം? ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകൻ ഏരിയ കിട്ടില്ല. എന്താ എന്റെ ഉദ്ദേശം? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അവിടെ അഹങ്കാരം അടക്കുക. എടോ വക്കീലെ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് പത്രങ്ങൾക്കും വിഷ്വൽ മീഡിയകൾക്കും വേണ്ടി സെന്റിമെന്റൽ നുണകൾ ഉണ്ടാക്കി നടന്ന കാലത്തൊക്കെ ഈ ഒരു വിങ്ങലായിരുന്നു മനസ്സിൽ. വീടില്ല ഞാൻ, ഒരു മകളെങ്കിലും എനിക്ക് വേണം. താൻ നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല തന്റെ നിയമത്തിന്. കുഴപ്പത്തിലേക്ക് ആർക്ക് സാറിന് നീക്കം? ഒരു കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ട് ഞാനങ്ങ് തയ്ച്ചു. പാട്ടുകാരനാണുണ്ട്, അത് പറ. അന്വേഷിക്കണം. കള്ളസാക്ഷി പറയാൻ ആളെ പിടിക്കുന്ന പോലെ അത്ര ഈസി അല്ല അത്. എന്നാ അന്വേഷിക്കണം വേഗം. ഒരുത്തിനുണ്ട്, ഒരു ചാർലി. പക്ഷെ എപ്പോഴാ മുങ്ങ എപ്പോഴാ പൊങ്ങാന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്? കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എന്താ നീ പിടിച്ചിട്ട് വാങ്ങിയില്ല? ആ ചാർലി ഇങ്ങോട്ട് വരണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് 4 പിള്ളേരും അല്ലാതെ. ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ 2 പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കിടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാലേ സാറേ, ഇവിടെ ചവിട്ടിയാലേ അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? എവിടെ? ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലായിടത്തും നിന്ന് ക്രോസ് നടത്തിയാലേ ചാർലി എവിടാന്ന് ആരും പറഞ്ഞു തരത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി. ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ഒരു ബന്ധുവാ. സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണോ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്? എടുക്കണ കാശ്. കുറെ കാലായാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല. അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞോടാ. നിനക്കറിയടാ ചാർലി എവിടെയാണ്? ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. മാറിക്ക്.
ചന്തു എണീക്കടാ മോനെ. ചന്തു 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 എല്ലാരും ഒന്ന് സഹായിക്കണേ പ്ലീസ്. ആ കുട്ടി ആശുപത്രി കൊണ്ടുപോകാനുള്ള ചേട്ടാ പ്ലീസ് ഒന്ന് സഹായിക്കും ചേട്ടാ. എന്തെങ്കിലും കുട്ടി ആശുപത്രി കൊണ്ടുപോകാനുള്ള. അയ്യോ ചേട്ടാ എന്തെങ്കിലും ഒന്ന് സഹായിക്കും ചേട്ടാ. ചന്തു ചന്തു ആ കൊച്ചു വീണെടുക്കല്ലേ? വാ. ആർക്കെ സാർ ഇതിൽ ഇടപെടണ്ട, അത് പുലിവാലാവും. താൻ എന്ത് മനുഷ്യത്തില്ലേമേടോ പറയുന്നേ? ഒരു കൊച്ചു വീണെടുക്കുമ്പോ ചേട്ടാ ഒന്ന് സഹായിക്കും പ്ലീസ്. ആശുപത്രി കൊണ്ടുപോകാനാ. എല്ലാരും ഒന്ന് സഹായിക്കും. എല്ലാരും പ്ലീസ് ഒന്ന് സഹായിക്കും. നീ എന്ത് പണിയാ കാണിക്കുന്നത്? ഇതിനെ ആശുപത്രിയിലേക്ക് എടുക്ക്. സാറ് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ മിണ്ടാരടാ. അവനെടുക്ക്. അതാ വലത്തോട്ടുള്ള വഴി പോ സാറേ. കുറെ നേരമായാലും ഓടുന്നത്. ഏത് ആശുപത്രിയാ? രാജഗോപാലൻ ഡോക്ടർ ആശുപത്രി അതാ. അല്ല സാറ് നിന്നെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കൊണ്ടുപോയിക്കോളാലോ. ഇടത്തോട്ട് അല്ല വലത്തോട്ട് വലത്തോട്ട്. കുറെ നേരമായാലും ഈ ഇടത്തും വലത്തും പറയാൻ തുടങ്ങിട്ട്. സാറേ ഇടത്തോട്ട്. നീ എന്നെ കളിപ്പിക്കുക? എനിക്കറിയാം ആശുപത്രി എവിടെ. ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണോ? ഇറങ്ങിയോ? ഓ ഇതിനെ ഞങ്ങള് തരികിടാന്ന് പറയണേ. ഇപ്പൊ ഓടിയില്ലേ? വെറും സർക്കസ് കളി കൊണ്ട് 4-5 വയറുകൾ എങ്ങനെ കഴിഞ്ഞുകൂടാനാ? അപ്പോഴാ എങ്ങനെ ചില വേലകള് ആളുകളുടെ മനസ്സലിപ്പിക്കാനാ. ചെറുക്കം വീഴുക, അല്ലെങ്കിൽ പെണ്ണ് വീഴുക. പെണ്ണ് വീഴുമ്പോഴാ കാശ് കൂടുതൽ കിട്ടണേ. കണ്ണുകൂട്ടിയല്ലേ, ആളുകൾക്ക് സഹതാപം കൂടും. അല്ലെങ്കിലും പെണ്ണുങ്ങൾ അടിതെറ്റി വീഴുന്ന കാണാൻ നാട്ടുകാർക്ക് നല്ല രസാ. ചങ്കുപൊട്ടുന്ന രസം. ഓക്രത്തരല്ലേ അവൻ കാണിച്ചത്. എന്നാലും എനിക്ക് അവനെ ഇഷ്ടമായി. എന്റെ ആവശ്യമാവും മതി. അയ്യടാ നീ അതിന് മാത്രം വളർന്നില്ലല്ലോടാ ഉണ്ട പക്രു. കുറച്ചുകൂടെ കഴിയട്ടെ ഇല്ലടാ മോട്ടെ. പഠിക്കുന്നുണ്ട് നടക്കാൻ. ഞാൻ അറിയാതെയോ? ആ കളി വേണ്ടടാ മോനെ. പഠിപ്പിക്കുന്നേ. ഉമേ അത് മാത്രം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. ഇത്ര ചെറുപ്പത്തിൽ അതിനെങ്ങനെ വീണാലോ? വേണ്ട, അതൊന്നും വേണ്ട. ടീച്ചാട്ടം കമ്പിക്കോട്ടുള്ള നടത്തം എനിക്ക് വിട്ടേക്ക്. എപ്പോഴായാലും പഠിക്കേണ്ടത് തന്നെയാണല്ലോ. ഇത്തിരി നേരത്തെ ആവുമ്പോ അത്രയും നന്ന്. അതിനിപ്പോ ഞാനുണ്ടല്ലോ ഇവിടെ. അപകടം പിടിച്ച കളിയൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്ന എനിക്ക് സഹിക്കില്ല. ഇനിന്ന് വീണൂന്ന് കള്ളത്തരം കാണിക്കുന്നേക്കാൾ ഭേദാ. ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ ഈ തെരുവിൽ കഴിയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. അത് ഈശ്വരന്മാർ സമ്മതിച്ചിട്ടുള്ളതാ. നിങ്ങൾക്കൊക്കെ ഞാനുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനായി ചാർലി? അറിയാഞ്ഞിട്ടല്ല, നീയാ ഞങ്ങളുടെ ഏക ആശ്രയം. പക്ഷെ എത്ര കാലം വെച്ചാ ഇങ്ങനെ ആൾക്കാരെയും പറ്റിച്ച് കള്ളത്തരം കാണിച്ച് കഴിയാ? എത്ര കാലം ചാർലി? മതി, നമുക്ക് പോകാം പലകപ്പാണ്ടിയിലേക്ക്. അത് നന്നായി. അവിടെ എന്തുണ്ടായിട്ടാ? മഞ്ഞ് പിടിച്ച കുറ്റിക്കാടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടും അല്ലാതെ. അതും ഇപ്പൊ മഞ്ഞിലും മഴയിലും കുതിർന്ന് വീണിട്ടുണ്ടാവും. മറന്നോ? എന്റെ അമ്മയല്ലേ അവിടെ? കുട്ടിക്കാലത്ത് എപ്പോഴോ അലഞ്ഞു തിരിഞ്ഞ് നീ വീട്ടിലെത്തിയപ്പോ നിനക്ക് അഭയം തന്ന എന്റെ അമ്മ മരിച്ചോന്ന് കരുതി മറക്കാൻ പറ്റോ? ആ ആത്മാവിപ്പോഴും അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. മറന്നല്ല, എനിക്ക് ജന്മം തന്നവർ എന്നെ ഉപേക്ഷിച്ചപ്പോ അഭയം തന്ന അമ്മയെ മറന്നല്ല. ആ സാന്നിധ്യം ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ദാ ഇവിടെയൊക്കെ. ഉമേ, ഒരു ലക്ഷ്യവുമായിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് നടക്കട്ടെ. ഇക്കണക്കിന് ഇവിടുത്തെ കടങ്ങളൊക്കെ തീർന്നിട്ട് അതിനൊരിക്കലും കഴിയില്ലെന്നാ തോന്നുന്നേ. നാവിലെ ഗുളികൻ വെച്ച് ഒന്നും പറയണ്ട, മന്തി കഴിയും. എന്നിട്ട് പോകാം നമുക്ക് പലകപ്പാണ്ടിയിലേക്ക്. പൈസ കിട്ടില്ല. നമുക്ക് ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ ഇടാം. നാളെ ഞാൻ പുതിയൊരു ഐറ്റം ഇറക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ കാശ് കിട്ടും. എന്നിട്ട് ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മള് പലകപ്പാണ്ടിയിലേക്ക് പോകും. അവിടെ ചെന്ന് നമ്മൾ എന്താ ചെയ്യാ? അവിടെ ചെന്ന് നമുക്ക് കപ്പ വെക്കാം, ചേന നടാം, വാഴ വെക്കാം. വേണമെങ്കിൽ കപ്പലിന്റെ കൃഷി നടത്താം. കേട്ടോ മോട്ടെ? പോണം, ഒരു ദിവസം പോണം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു. ഇന്നത്തെ തടിയും കരുവായിരുന്നു. ദൈവമേ, ഇനി എന്ത് കുഴപ്പത്തിനാണാവോ?
ഞാൻ പുറകിലൂടെ ചാടി പോയിക്കോളാം കേട്ടോ. ആ. ഇത് ചാർലിയുടെ വീടല്ലേ? ആരാ? കടുവ. ഉം. ഇന്നലെ എന്നെ ആസ്പത്രി കൊണ്ടേ കടുവ. അയ്യോ. ചാർലില്ലേ? ഏത് ചാർലി? ഓ, അതിന് ഞാൻ പറഞ്ഞിരുന്നോ? ഇവിടുത്തെ ചാർലി. നീയല്ലേ വേണ്ട ഇന്നലെ സ്ട്രീറ്റിൽ ഡാൻസ് ചെയ്തു? സാർ ആരാ? ഞാനൊരു കണ്ണുപൊട്ടിയാ. കണ്ണുപൊട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? കള്ളത്തരം പറയരുത്. ഇങ്ങോടാ. ഇവനല്ലേ ഇന്നലെ ഏണി നോട്ടി അത്തോളാടുന്നത്? ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കണല്ലേ? എടി പെണ്ണെ, മാന്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ചാർലിയും കൂർലിയും സകലതിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഏൽപ്പിച്ചോ? ഇങ്ങനെ എത്ര പേരെ സാറിന് പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റും? അല്ല, ഈ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? സന്ധ്യ മയങ്ങ ഈ കണ്ണുപൊട്ടിയെ തോണ്ടാനും നുള്ളാനും ആളുകളുണ്ടാവും. ആ കൂട്ടത്തിൽ ചിലപ്പോ പോലീസുകാരുണ്ടാവും. അവരെന്ത് ചെയ്യും സാറ്? ദേ, ഈ പിള്ളേരെ കണ്ടോ? ജനിച്ച ഉടനെ അമ്മമാര് കുറ്റിക്കാട്ടിലേക്കോ കൈത്തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞതാ. കുറുക്കനും പന്നിക്കും തിന്നെ. ആ അമ്മമാരെ പോലീസിനെ ഏൽപ്പിക്കാൻ കഴിയോ സാറിന്? കഴിയോ? ഒരു ചാർലി ഉള്ളതുകൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും ജീവനോടെ കഴിയുന്നു. പ്രസംഗിക്കണ്ട. ചാർലിയാണ് എനിക്ക് കാണേണ്ടത്. ബാക്കി ഞാൻ അവനോട് പറഞ്ഞോളാം. ചാർലി ഇവിടെ ഇല്ല. എവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവൻ വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. ഓ, നമ്മളാരാ? ഇവിടുത്തെ ഇൻസ്പെക്ടറാ. ഒന്ന് പോ കടുവേ. ചാർലി വരുന്നവരെ ഇവൻ എന്റെ കസ്റ്റഡി ഇരിക്കട്ടെ, പണയെ കൊണ്ടുപോയിട്ട്. ചാർലിയെ വിളിക്ക്. അപ്പുറത്തെ തെരുവിലുണ്ടാവും.